കർണാടകയിൽ ഏറ്റുമുട്ടലിൽ മാവോയിസ്റ്റ് നേതാവ് വിക്രം ഗൌഡ കൊല്ലപ്പെട്ടു. നിലമ്പൂർ ഏറ്റുമുട്ടലിൽ നിന്ന് രക്ഷപ്പെട്ട മാവോയിസ്റ്റ് കമാൻഡറാണ് കൊല്ലപ്പെട്ടത്. ചിക്കമംഗളൂരു ഉടുപ്പി അതിർത്തിയിലുള്ള ചിറ്റമ്പലു വനമേഖലയിൽ ഇന്നലെയായിരുന്നു ഏറ്റുമുട്ടലുണ്ടായത്. മാവോയിസ്റ്റുകളുടെ മിലിറ്ററി ഓപ്പറേഷൻസ് മേധാവിയായ വിക്രം ഗൌഡ ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിരുന്നു. 2016 നിലമ്പൂർ ഏറ്റുമുട്ടലിൽ നിന്ന് രക്ഷപ്പെട്ട മാവോയിസ്റ്റ് കമാൻഡറാണ് വിക്രം. മാവോയിസ്റ്റുകൾ ചിറ്റമ്പലുവിലുണ്ടെന്ന രഹസ്യ സന്ദേശം ലഭിച്ചതിനെ തുടർന്നാണ് ആന്റി നക്സൽ ഫോഴ്സ് പ്രദേശത്തെത്തിയത്. അരി വാങ്ങാനായി വിക്രം അടങ്ങിയ 5 അംഗ സംഘം എത്തിയപ്പോഴാണ് നക്സൽ വിരുദ്ധ സേനയെ കണ്ടത്. അതോടെ മാവോയിസ്റ്റ് സംഘം വെടിയുതിർത്തു. സേനയും തിരികെ വെടിയുതിർത്തതോടെ വിക്രം വീണു. ഒപ്പമുണ്ടായിരുന്ന 4 പേരും കാട്ടിനുള്ളിലേക്ക് കടന്നു. ഇവർക്കായി തിരച്ചിൽ പുരോഗമിക്കുകയാണ്. കേരളത്തിൽ നിന്ന് 2 മാസം മുമ്പാണ് ഇവർ ഉടുപ്പി വനമേഖലയിലേക്ക് തിരിച്ചെത്തിയത്. 28 വർഷമായി പോലീസ് തിരയുന്ന ആളാണ് വിക്രം. അട്ടപ്പാടി, നിലമ്പൂർ, വയനാട് വനമേഖലകളിൽ സജീവമായിരുന്നു വിക്രം. 2016 നവംബറിൽ നിലമ്പൂരിലെ കരുളായിയിൽ സുരക്ഷാ സേനയുമായി ഏറ്റുമുട്ടലുണ്ടാവുകയും വെടിയുതിർക്കുകയും ചെയ്തത് വിക്രം ഗൌഡയുടെ നേതൃത്വത്തിലായിരുന്നു. അന്ന് ഏറ്റുമുട്ടലിൽ കുപ്പുസ്വാമി ദേവരാജ്, അജിത എന്നീ മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടിരുന്നു. 12ഓളം മാവോയിസ്റ്റുകൾ ഉൾപ്പെട്ട നാടുകാണി ദളത്തിന്റെ ചുമതല വിക്രമിനായിരുന്നു. ന്യൂസ് ഡെസ്ക്, അമൃത TV.